ഈ പ്രായമായ സമയത്ത്, ഈ വയസ്സാങ്കാലത്ത് ഇനി ഈ പറയുന്നത് പോലെ അവിഹിതത്തിനോ അല്ലെങ്കിൽ ഓരോ കുശുമ്പും കുന്നായ്മയും മത്സരങ്ങൾക്കും ഒന്നിനും വഴിയ തൻ്റെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ താൻ അവസാനിപ്പിക്കുന്നു. കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു. താരസംഘടനയിലെ അംഗം ആയിരുന്ന മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിയായ മല്ലിക സുകുമാരൻ. താരസംഘടനയായ അമ്മയിലെ ഭിന്നതകൾ, നാടകീയ സംഭവങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ മല്ലിക ആ കടുത്ത തീരുമാനത്തിലേക്ക് പോകുകയാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും പല പ്രമുഖരും തൻ്റെ നിലനിൽപ്പിനെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ മടിക്കുമ്പോൾ അവിടെയൊന്നും യാതൊരു മടിയും കൂടാതെ കൃത്യമായിട്ട് നിലപാട് അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പോയിന്റ് പറയുന്ന ഒരാളാണ് മല്ലിക സുകുമാരൻ. അവർ പോലും ഇപ്പോൾ അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾക്കിടയിൽ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. മല്ലിക സുകുമാരൻ സംഘടനയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പും വൈറലാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താൻ സംഘടനയിൽ നിന്നും പടിയിറങ്ങുന്ന കാര്യം അവർ അറിയിക്കുന്നത്. പ്രത്യേക ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂട്ടരാജി പ്രഖ്യാപിക്കുകയും തൊട്ടു പിന്നാലെ ശ്വേത സംഘടനയുടെ പ്രാഥമിക അംഗത്വം വരെ ഒഴിഞ്ഞ വാർത്തകൾ പുറത്തുവരികയും ചെയ്തതിന് പിന്നാലെ ശ്വേതയ്ക്ക് പിന്തുണയാണ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മല്ലിക പടിയിറങ്ങുന്നത് എന്ന ഒരു അഭിപ്രായവും ഇപ്പോൾ ഉയരുന്നു. താരസംഘടനയായ അമ്മയിലെ ഭിന്നതകളും നാടകീയ സംഭവങ്ങളും പുതിയ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മുതിർന്ന നടി മല്ലിക സുകുമാരന്റെ ഈ തീരുമാനം എത്തി എന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാകുന്നു. എന്തായാലും മല്ലിക സുകുമാരൻ ഇപ്പോൾ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താൻ സംഘടനയിൽ നിന്നും പടിയിറങ്ങുന്നു എന്നുള്ള കാര്യം അവർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു പടിയിറക്കം. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങളിൽ പ്രതികരിച്ച് നടി മല്ലിക രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു. സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നീണ്ട കുറിപ്പും അതിരൂക്ഷ വിമർശനങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് സർക്കാർ വ്യവസായ പദവി നൽകിയ സമയത്ത് ആ സുവർണാവസരം അമ്മ സംഘടന ഉപയോഗിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം ആണ് തുറന്നു പറയുന്നത്. ഈ ബജറ്റ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് ആവേണ്ടിയിരുന്ന ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസത്തേതെങ്കിലും അവിടെ നടന്നത്. സംഘടനാ ജനറൽ ബോഡിയുടെ അജണ്ട അതായിരുന്നുവെങ്കിലും അതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യമാണെന്ന് മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം ഒരു ചർച്ചയ്ക്ക് പകരം യോഗം മാറിയത് മോശം പെരുമാറ്റങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ തർക്കങ്ങളെക്കുറിച്ചും വ്യക്തികളുടെ പ്രതിച്ഛായകളെക്കുറിച്ചുമുള്ള പരസ്യമായ പോരുകളിലേക്കാണ് എന്നുള്ളതാണ്. സർക്കാരുമായി എങ്ങനെ പങ്കാളികളാകാം എന്നതിനെക്കുറിച്ച് അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരൊറ്റ നിർദ്ദേശം പോലും വന്നില്ല. ഇവിടെ പ്രശ്നം തർക്കങ്ങളല്ല, മറിച്ച് മുൻഗണനകളാണ്. വലിയ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മൗനം സ്വാധീന ശക്തിയുടെ പാഴാക്കലാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. മോഹൻലാലും മമ്മൂട്ടിയും സംസാരിക്കുമ്പോൾ സർക്കാർ അത് കേൾക്കും. വ്യവസായ പദവി എന്നത് ഒരു ട്രോഫിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഭൂമിയും വായ്പകളും കൊണ്ട് മാത്രം സംസ്കാരം നന്നാകില്ല, അതിന് നേതൃത്വ ഗുണമുള്ളവർ കൂടെ വേണം. കേരളം സിനിമയ്ക്ക് ഫാക്ടറിയുടെ താക്കോൽ കൈമാറിക്കഴിഞ്ഞു എന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ അമ്മ ഇപ്പോഴും പാർക്കിംഗ് ലോട്ടിലിട്ട് അതിനുവേണ്ടി വഴക്കിടുന്ന അവസ്ഥയിലാണ് എന്ന് മല്ലിക സുകുമാരൻ കുറ്റപ്പെടുത്തുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ തവണത്തെ ബജറ്റിൽ സിനിമാ മേഖലയ്ക്ക് വേണ്ടുന്ന വളരെ വലിയൊരു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ് വി ഡി സതീശൻ സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ആ ഒരു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെ എങ്ങനെ സിനിമാ മേഖലയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം മല്ലിക സുകുമാരൻ പറയുന്നത് പോലെ വ്യക്തി താല്പര്യങ്ങൾക്കും വ്യക്തി വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് മല്ലിക ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മല്ലിക സുകുമാരൻ പങ്കുവച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ കുറിപ്പ് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മയ്ക്ക് ലഭിച്ചത് ഒരു സുവർണാവസരമായിരുന്നു, എന്നാൽ അവർ തിരഞ്ഞെടുത്തത് വളർച്ചയല്ല, മറിച്ച് പരദൂഷണമാണ്. കേരള സർക്കാർ ഇപ്പോൾ ചെയ്ത മലയാള സിനിമ കഴിഞ്ഞ 72 വർഷമായി കാത്തിരുന്ന ഒരു നടപടി. 2026-27 ബജറ്റിൽ സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിയിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിൽ ഭൂമി, വ്യവസായ അധിഷ്ഠിത വൈദ്യുതി നിരക്ക്, KSRTC വായ്പകൾ, ഉയർന്ന സബ്സിഡി, പ്ലസ് സ്ത്രീകൾ നയിക്കുന്ന ചിത്രങ്ങൾക്ക് അധിക ആനുകൂല്യങ്ങൾ, VFX പാർക്കുകൾ. ഇതൊരു വെറും ആനുകൂല്യങ്ങളുടെ പട്ടിക മാത്രമായി
സാധ്യമായിരുന്നില്ല. കേരളത്തെ ഒരു സമ്പൂർണ്ണ സിനിമ ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു ഈ രൂപരേഖ. ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു ഇത്. 50,000 തൊഴിലവസരങ്ങളും 5,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ എല്ലാം കളഞ്ഞു കുടിച്ചു. കഴിഞ്ഞ ദിവസത്തെ വാക്പോരും തർക്കങ്ങളും തമ്മിലിടിയും അതെല്ലാം കൊണ്ട് നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഏറ്റവും വലിയ താരസംഘടനയായ അമ്മ യോഗം ചേർന്നു. യോഗത്തിന്റെ അജണ്ട ഇതായിരുന്നു: സ്റ്റുഡിയോകൾ നിർമ്മിക്കുന്നതിനും വനിതാ സാങ്കേതിക പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതിനും അന്യ സംസ്ഥാനങ്ങളിലേക്കുള്ള ചിത്രീകരണം തടയുന്നതിനും ഈ ബജറ്റ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് പ്രധാനപ്പെട്ടത്. എന്നാൽ ഇതിനു പകരം യോഗം മാറിയത് മോശം പെരുമാറ്റങ്ങളെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളെക്കുറിച്ചും വ്യക്തി പ്രതിച്ഛായയെക്കുറിച്ചുമുള്ള പരസ്യമായ പോരുകളിലേക്കാണ്. ഒരു കൃത്രിമ കർമ്മ പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. സ്കിൽ സെന്ററുകളോ VFX പാർക്കോ സ്ഥാപിക്കുന്നതിന് സർക്കാരുമായി എങ്ങനെ പങ്കാളികളാകാം എന്നതിനെക്കുറിച്ച് അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരൊറ്റ നിർദ്ദേശം പോലും വന്നതുമില്ല. ഇവിടെ പ്രശ്നം തർക്കങ്ങളല്ല, മറിച്ച് മുൻഗണനകളാണ്. ബജറ്റ് ഈസിക്കൽ ടു ഘടന, അമ്മ ഈസിക്കൽ ടു സംസ്കാരം. ഇതാണ് പൊതുവെ. പക്ഷേ സർക്കാർ ഘടന നൽകിക്കഴിഞ്ഞു: ഭൂമി, വൈദ്യുതി, പണം. എന്നാൽ ഒരു വ്യവസായം മുന്നോട്ട് പോകുന്നത് അവിടുത്തെ സംസ്കാരത്തിലാണ്. സ്ത്രീകൾക്കുള്ള സുരക്ഷിതത്വം, പ്രൊഫഷണൽ HR, സുതാര്യമായിട്ടുള്ള കരാറുകൾ, ആഭ്യന്തര പരാതി പരിഹാര സമിതികൾ, ഓഡിറ്റ് പ്രക്രിയകൾ, സ്ത്രീകൾ നയിക്കുന്ന നിർമ്മാണ സംരംഭങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിന് പകരം അമ്മ വ്യക്തിപരമായ വീഴ്ചകളെക്കുറിച്ചും പരസ്യമായി വഴക്കിട്ടുകൊണ്ടിരുന്നാൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടിയാൽ അതൊരു നിർമ്മാതാവും ഇവിടെ 20 കോടി രൂപ മുടക്കാൻ തുനിയുന്ന അവസ്ഥയിലല്ല ഉണ്ടാകുക. വലിയ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മൗനം ഈസിക്കൽ ടു സ്വാധീന ശക്തികളുടെ പാഴാക്കൽ. മോഹൻലാലും മമ്മൂട്ടിയും സംസാരിക്കുമ്പോൾ സർക്കാർ അത് കേൾക്കുമായിരുന്നു. പുതിയ വ്യവസായ സബ്സിഡി ഉപയോഗിച്ച് വനിതാ എഡിറ്റർമാർക്കും VFX ആർട്ടിസ്റ്റുകൾക്കുമായി അമ്മ 1000 പേർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രം ആരംഭിക്കുമെന്നവർ പറഞ്ഞിരുന്നുവെങ്കിൽ കിൻഫ്ര നാളെ തന്നെ ഭൂമി അനുവദിക്കുമായിരുന്നു. ഈ മൗനം കാരണം ഹൈദരാബാദിനോ ചെന്നൈക്കോ മുൻപിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ആദ്യഘട്ട മേൽക്കൈയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പ്രതീകാത്മകമായിട്ടുള്ള പരിഗണന മാത്രമാണ്. കൃത്യമായ സംവിധാനങ്ങളല്ല. ബജറ്റിൽ സ്ത്രീകൾക്ക് ആയിട്ട് നയിക്കുന്ന സിനിമകൾക്ക് അധിക സബ്സിഡി പ്രഖ്യാപിച്ചത് വലിയൊരു കാര്യമായിരുന്നു. എന്നാൽ സിനിമയിലെ സ്ത്രീകൾക്ക് അമ്മയ്ക്കുള്ളിൽ അടിസ്ഥാനപരമായ അന്തസ്സിനായി ഇപ്പോഴും പോരാടേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ സ്വന്തം സംഘടനയ്ക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിനോട് വന്ന് കേരളം വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കുള്ള ഇടമാണ് എന്ന് വാദിക്കാനാകില്ല. വിശ്വാസ്യതയ്ക്കാണ് 1-ാം സ്ഥാനം. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കണമായിരുന്നു അതുകൂടെ പറഞ്ഞു വെക്കുന്നു മല്ലിക. ഈ യോഗത്തിൽ നിന്ന് അമ്മ പുറത്തിറക്കേണ്ടിയിരുന്ന 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ കുറിച്ചായിരുന്നു താൻ പ്രതീക്ഷിച്ചത്. 1. പുതിയ ഭൂമി, വൈദ്യുതി ആനുകൂല്യങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തി VFX പാർക്കിനായുള്ള നിർദ്ദേശം തയ്യാറാക്കാൻ ഒരു അമ്മ ഗവൺമെന്റ് ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുക. 2. വനിതാ സിനിമ സബ്സിഡി പ്രയോജനപ്പെടുത്തി 2 വർഷത്തിനുള്ളിൽ 100 വനിതാ അസിസ്റ്റന്റ് ഡയറക്ടർമാരെയും ക്യാമറ വുമന്മാരെയും വാർത്തെടുക്കുക. 3. വാട്സപ്പ് വഴിയുള്ള വഴക്കുകൾക്ക് പകരം പുറത്തുള്ള ഓഡിറ്റിംഗ് സംവിധാനത്തോടുള്ള കൃത്യമായിട്ടുള്ള പീഡനവിരുദ്ധ നയം നടപ്പിലാക്കുക. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. വ്യവസായ പദവി എന്നത് ഒരു ട്രോഫിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഭൂമിയും വായ്പയും കൊണ്ട് മാത്രം സംസ്കാരം നന്നാക്കാനാകില്ല. അതിന് നേതൃത്വ ഗുണമുള്ളവർ തന്നെ വേണം. കേരളം സിനിമയ്ക്ക് ഫാക്ടറിയുടെ താക്കോൽ കൈമാറിക്കഴിഞ്ഞു. പക്ഷേ അമ്മ ഇപ്പോഴും പാർക്കിംഗ് ലോട്ടിലിരുന്ന് വഴക്കിടുകയാണ്. ഇങ്ങനെയാണ് മല്ലിക പറഞ്ഞു വെക്കുന്നത് നിസ്സാര കാര്യമല്ല. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അമ്മയിലെ ഈ കൂട്ടത്തല്ല് അതിഗുരുതരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അമ്മയുടെ പതനത്തിന് കാരണം അതിജീവിതയോട് ഒരു കാലത്ത് അമ്മ കാണിച്ചിരുന്ന നീതികേടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടെ ഇപ്പോൾ ശക്തമാണ്. അതിജീവിതയെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനമൊക്കെ ആയിരുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അമ്മയ്ക്കൊരു വനിതാ സെക്രട്ടറി എന്നുള്ള തരത്തിലേക്ക് ഒരു ലീഡ് വന്ന സമയത്ത് പ്രഖ്യാപിച്ചത്. പക്ഷെ അതൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങിയപ്പോൾ അന്ന് അവളോട് കാണിച്ച നീതികേട് അത് ഒന്നുകൂടെ ആവർത്തിച്ചു എന്ന തരത്തിലും സംസാരമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് അൻസിബ വഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് എന്നുള്ള ആക്ഷേപവും നിലവിലുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അമ്മയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞു. അതേസമയം ഭരണസമിതിയുടെ രാജിവെച്ച സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരെ അമ്മയെ നയിക്കാൻ വേണ്ടി അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. MLA ആയിട്ടുള്ള രമേശ് പിഷാരടിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ നയിക്കുന്നതെന്നാണ് സൂചന. മുൻ മന്ത്രി ഗണേഷ് കുമാറും കമ്മിറ്റിയിൽ ഉണ്ടായേക്കും. ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പിഷാരടിയെ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 4 മാസം അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി. പിന്നീട് പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയേക്കും. സുരേഷ് കൃഷ്ണ, കൃഷ്ണപ്രഭ, സാദിഖ്, ഡോക്ടർ റാണി, ആശ, അരവിന്ദ്, കലാഭവൻ, ഷാജോൺ, ദേവി ചന്ദന എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റു മെമ്പർമാരെന്നാണ് സൂചന. എന്തായാലും ഇത്തരത്തിൽ വാക്പോരുകൾ ശക്തമാകുമ്പോൾ ഇവിടെ പറയേണ്ടിയിരുന്ന പല കാര്യങ്ങളും അമ്മ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VD സർക്കാർ ആദ്യമായിട്ടൊരു വലിയ അവസരം സിനിമാ മേഖലയ്ക്ക് വേണ്ടി തുറന്നു നൽകിയപ്പോൾ പോലും അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താതെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും വ്യക്തി ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള സംസാരങ്ങൾ മാത്രമായി മാറിയതോടെ, അതിലൊതുങ്ങിയതോടെ സിനിമാ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമ്മയിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അമ്മയിലെ പൊട്ടിത്തെറികൾ വലിയ പ്രമുഖർ, ലക്ഷ്മിപ്രിയ അടക്കമുള്ള നിരവധി ആളുകൾ അമ്മയിൽ നിന്ന് കൂട്ടരാജിവെച്ച് പുറത്തു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.